യേശു കർത്താവിൻ്റെ രാജ്യത്വത്തിൻ്റെ ദൈവരാജ്യം എങ്ങനെയാണ് എന്നുള്ളത് 11-ാം അധ്യായം 1-ാം വാക്യത്തിലൂടെ ചേർത്ത് വായിച്ചാൽ യേശു തൻ്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ച് തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്നും പുറപ്പെട്ടു പോയി. 2 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാരെ സമാധാനിപ്പിക്കപ്പെടുന്ന കാര്യമാണ് കാണുന്നത്. ക്രിസ്തുവിൻ്റെ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കുകയോ? അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പി. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ പോയ ശേഷം യേശു യോഹന്നാനെക്കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിലാൻ ഉലയുന്ന ഓടയോ? അല്ല, എന്ത് കാണുവാൻ പോയി? മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവസ്ത്രം ധരിക്കുന്നവൻ രാജഗൃഹങ്ങളിലും അല്ല. എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണുവാനോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ. വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. സകല പ്രവാചകന്മാരും ന്യായപ്രമാണം യോഹന്നാൻ വരെ പ്രവചിച്ചു. നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നാൽ ഈ തലമുറയെ ഏതിനോട് ഉപമിക്കേണ്ടു? ചന്തസ്ഥലങ്ങളിലിരുന്ന് ചങ്ങാതികളോട്, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം. യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു, അവന് ഭൂതമുണ്ടെന്നവർ പറയുന്നു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരനെയും പാപികളെയും സ്നേഹിതനെന്ന് അവർ പറയുന്നു. ജ്ഞാനമോ തൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു കർത്താവിൻ്റെ ആ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ആ വലിയ ശിഷ്യത്വത്തിനെ പറ്റി ഓർപ്പിക്കുകയാണ്, യോഹന്നാൻ്റെ ശിഷ്യത്വം. ഇത് നമ്മൾക്കും ഒരു ചിന്തയായിത്തീരട്ടെ. ഇപ്രകാരമുള്ള ഒരു അനുഭവത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുമ്പോൾ അതിൻ്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ദേശത്തിൻ്റെ ശാപത്തെ പറ്റിയാണ് പറയുന്നത്. 20-ാം വാക്യത്തിൽ, പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചു തുടങ്ങി. ഹോരസീനെ നിനക്ക് ഹാ കഷ്ടം, ബെത്സയിദേ നിനക്ക് ഹാ കഷ്ടം. നിങ്ങൾ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നീയോ കഫർദമോമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്ന് വരെ നിൽക്കുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമിയുടെ നാടിന് സഹിക്കാവതാവും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഒരു ദേശത്തിൻ്റെ അനുഗ്രഹത്തെ പറ്റിയാണ് പറയുന്നത്. അവസാനമായി ആ അധ്യായത്തിൽ ബൈ കോളിങ് ഓൾ ടു ഹിംസെൽഫ്, അവൻ തന്നെ പറയുകയാണ്. 25 മുതലുള്ള വാക്യങ്ങൾ. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിലും ഭൂമിക്കും കർത്താവായുള്ളവേ, നീതിജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ നിശ്ചയിക്കുന്നതിനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും
താഴ്മയുള്ളവൻ ആകയാൽ എൻ്റെ നുകം എഴേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. യേശു കർത്താവിൻ്റെ ആഹ്വാനം തന്നെപ്പറ്റിയുള്ള തൻ്റെ ശുശ്രൂഷ എന്താണ് എന്ന് വളരെ വ്യക്തമായി കർത്താവ് ഇത് കാണിക്കുകയാണ്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. കർത്താവെ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അധികാരം, കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമേ. ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അനുഗ്രഹത്തെ നൽകണമേ. കർത്താവെ, വേദപുസ്തക വായന, ധ്യാനം, അധ്യായം വായിച്ച് പോകുമ്പോൾ ആ ശക്തി ഓരോ കുടുംബത്തിനും നൽകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.